ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മറ്റൊന്നുമല്ല സംസാരിക്കുന്നത്, നമ്മുടെ യൂട്യൂബ് അക്കൗണ്ട് മോണിറ്റൈസേഷന് എലിജിബിൾ ആയെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും. പൊതുവെ ആളുകൾക്കുള്ളൊരു സംശയമാണത്, നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും നമ്മുടെ അക്കൗണ്ട് മോണിറ്റൈസേഷൻ എലിജിബിൾ ആയി എന്നൊക്കെ അല്ലേ. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം, നമ്മളൊരു യൂട്യൂബർ ആണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് YT Studio എന്ന് പറയുന്ന ഒരു ആപ്പാണ്. ആ ആപ്പ് നമ്മൾ ആപ്പ് സ്റ്റോറിലോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലോ ഒക്കെ പോയി അത് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ യൂട്യൂബ് അക്കൗണ്ടിന് വേണ്ടി നമ്മളൊരു ഇമെയിൽ ഐ ഡി യൂസ് ചെയ്യത്തില്ലേ, അതേ ഇമെയിൽ ഐ ഡി തന്നെ നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ YT Studioയിൽ അവർ ചോദിക്കും. യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഇമെയിൽ ഐ ഡി ചോദിക്കും. അത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ചാനലിലോട്ടായിരിക്കും നമ്മൾ കയറുന്നത്. നമ്മുടെ ചാനലിലുള്ള എല്ലാം നമുക്കതിനകത്ത് കാണാൻ പറ്റും. അതായത് നമ്മൾ എത്ര വ്യൂസ് ഉണ്ട്, എത്ര വാച്ച് അവേഴ്സായി, എത്ര സബ്സ്ക്രൈബേഴ്സായി, ഈ ആഴ്ചയിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കയറി, 28 ദിവസത്തിൽ എത്ര എങ്ങനെയുണ്ട്, അങ്ങനെ കംപ്ലീറ്റ് ഡേറ്റ നമുക്കതിനകത്ത് കിട്ടും. ഇനി അതിനകത്ത് നമ്മൾ എങ്ങനെ എലിജിബിൾ ആയി എന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ, നമ്മൾ അതിനകത്ത് ഏൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഏൺ എന്ന് പറയുന്ന ഓപ്ഷനിൽ കുത്തിക്കഴിഞ്ഞാൽ നമ്മുടെ എലിജിബിലിറ്റിയാണ് കാണിക്കുന്നത്. ഇപ്പം എൻ്റെ പോലെ ആയിരിക്കത്തില്ല നിങ്ങൾക്ക് കാണിക്കുന്നത്. ഇപ്പം എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞതുകൊണ്ട് ആ ഒരു എലിജിബിലിറ്റി എൻ്റെത് ആയിട്ടുണ്ട്. ഇനി അടുത്തത് വ്യൂസ് ആണ്. അതായത് ഷോർട്സ് ആണെങ്കിൽ 3 ലക്ഷം 3 മില്യൺ 3 ലക്ഷം അല്ല 3 മില്യൺ വ്യൂസ്, അതല്ലെങ്കിൽ മണിക്കൂറുകളാണെങ്കിൽ 3000 മണിക്കൂറുകൾ. ഇതൊക്കെയാണ് നമ്മുടെ എലിജിബിലിറ്റി. അപ്പം നമ്മൾ ആ ഏണിൽ പോകുമ്പം നമുക്ക് കാണാൻ പറ്റും നമ്മളിനി എന്തുവാണ് ഫുൾഫിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എന്തുവാണ് ഇനി അച്ചീവ് ചെയ്യേണ്ടതെന്ന് അവിടെ കാണാൻ പറ്റും. അപ്പം അതിനു വേണ്ടിയാണ് നമ്മൾ എഫേർട്ട് ഇടേണ്ടത്. അത് വ്യൂസ് ആണോ അതോ മണിക്കൂറുകളാണോ നമുക്ക് കൂട്ടേണ്ടത്, അതെന്താ നമ്മുടെ ഇഷ്ടം പോലെ നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് സിമ്പിൾ ആൻസർ. മോണിറ്റൈസേഷൻ എലിജിബിൾ ആയോ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, നമുക്ക് മെയിലും കൂടെ വരും കേട്ടോ. നമുക്ക് യൂട്യൂബിൽ നിന്ന് എന്തുവാണെങ്കിലും ഒരു മെയിൽ വരും. ആ ഇമെയിൽ ഐ ഡിയിലേക്ക് തന്നെ ഒരു മെയിൽ വരും, നിങ്ങളുടെ അക്കൗണ്ട് മോണിറ്റൈസേഷന് എലിജിബിൾ ആയി എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ എലിജിബിൾ ആവാൻ എത്രയായി, ഇനി എത്ര പരിശ്രമിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ YT Studio എന്ന് പറയുന്ന ആപ്പിൽ കൂടെ ഈസിലി മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. സിമ്പിൾ ആപ്പാണ്, എല്ലാവർക്കും ഈസിലി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.